ഹായ്, ഗുഡ് മോർണിംഗ്. ഈ കോവിഡ് എന്ന മഹാമാരിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് പോകുന്നത്. ഞാനിവിടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BCom എന്നുള്ള BComലെ സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പേപ്പറുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള. ഈ പേപ്പറിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിക്കൊണ്ട് വരുന്ന കമ്പനി അക്കൗണ്ട്സ് ഇഷ്യൂ ഓഫ് ഷെയർ എന്നുള്ള ചാപ്റ്ററാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിക്കൊണ്ട് വരുന്ന കമ്പനി എന്താണ്, ഷെയർ ക്യാപിറ്റൽ എന്താണ്, ഷെയർ എങ്ങനെ ഇഷ്യൂ ചെയ്യാം, ഷെയറിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിക്കൊണ്ടും വരുന്നത്. ഈ ഒരു സ്ലൈഡ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള കോപ്പറേറ്റീവ് സ്റ്റോറിൻ്റെ പുസ്തകം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഇത് തുടക്കത്തിൽ തന്നെ പറയാനുള്ള കാര്യം. ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ആദ്യം എന്താണെന്ന് നോക്കാം. ആദ്യമായിക്കൊണ്ട് നമ്മൾ എന്താണ് കമ്പനി എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ഹെഡ് ആയിക്കൊണ്ട് നമുക്ക് കമ്പനി എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കമ്പനി എന്ന് പറയുന്നത്. എന്താണ് സത്യത്തിൽ കമ്പനി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഒരു വളണ്ടറി അസോസിയേഷനാണ് കമ്പനി എന്ന് പറയുന്നത്. വളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വമേധയാ വന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ. ഈ സ്വമേധയാ വന്ന ഒരു കൂട്ടായ്മക്ക് ഒരു കോമൺ പർപ്പസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് അവർക്കൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു വളണ്ടറി ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുക. കമ്പനീസ് ആക്ട് 2013 കമ്പനിയെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? A company registered under this act or under any previous act. ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2013 കമ്പനീസ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് അത് പ്രീവിയസ് കമ്പനീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികളെയാണ് നമ്മൾ കമ്പനി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു കമ്പനിയെ കമ്പനി എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ 2013 കമ്പനീസ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ കമ്പനി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വളണ്ടറി അസോസിയേഷൻ ആണ്. വളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ സ്വമേധയാ ഉണ്ടാകേണ്ട ഒരു കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ ആരെയും കമ്പൽ ചെയ്തുകൊണ്ട് ഉണ്ടാവേണ്ട ഒരു കൂട്ടായ്മയല്ല. ഒരു സ്വമേധയാ ഉണ്ടാവേണ്ട ഒരു കൂട്ടായ്മയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയും അതിൻ്റെ ഓണേഴ്സ് മീൻസ് അതിൻ്റെ മെമ്പേഴ്സും രണ്ട് വ്യക്തികളായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് കമ്പനി ഒരു വ്യക്തിയും അതിൻ്റെ ഓണേഴ്സ് ഓർ മെമ്പേഴ്സ് മറ്റൊരു വ്യക്തിയുമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ കമ്പനിയുടെ ലീഗൽ പർപ്പസ് കാര്യങ്ങളൊക്കെ കമ്പനിയുടെ പേരിലാണ് നമ്മൾ നിലനിൽക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഓണേഴ്സ് അതിൽ നിന്നൊരു സെപ്പറേറ്റ് വ്യക്തികളായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഒരു ദീർഘകാലത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കും എന്നുള്ള കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ മെമ്പേഴ്സിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കമ്പനി അവിടെ തന്നെ നിലനിൽക്കും. അതിൻ്റെ മെമ്പേഴ്സിന് വേണമെങ്കിൽ അവരുടെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെടാം, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാം, സെയിൽ ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ കമ്പനി അവിടെ തന്നെ നിലനിൽക്കും. അതാണ് പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിൽ കമ്പനിയും അതിൻ്റെ ഓണേഴ്സും ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കമ്പനിയെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കമ്പനിയെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ലയബിലിറ്റി ലിമിറ്റഡ് അപ് ടു വാല്യൂ ഓഫ് ഷെയർസ്. അതായത് കമ്പനിയുടെ ഓണേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് കമ്പനിയുടെ ഓണേഴ്സിന് ഈ കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ ഓണേഴ്സ് അതിൻ്റെ ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അതായത് അവരുടെ ആ ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്യുന്നത് ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെമ്പർ എത്ര ഷെയറാണോ അവരുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ ഉള്ളത്, അയാൾക്ക് എത്ര ഷെയറാണോ ഉള്ളത് ആ ഷെയറിൻ്റെ വാല്യൂവിനനുസരിച്ച് മാത്രമേ അയാളുടെ ലയബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു കമ്പനിയിൽ 10,000 രൂപയുടെ ഷെയർ ഉണ്ടെങ്കിൽ എൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് 10,000 രൂപയാണ് അതിന് മാക്സിമം വരും.
ആ എൻ്റെ ഷെയറിന് എത്രയാണോ വാല്യൂ ഉള്ളത് ആ ഒരു വാല്യൂവിനനുസരിച്ച് മാത്രമേ അയാൾക്ക് ലാബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് കോമൺ സീലാണ്. നമുക്കൊക്കെ നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ കമ്പനിയുടെ സിഗ്നേച്ചറിനെ വിളിക്കുന്ന പേരാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. കമ്പനി എന്താവശ്യത്തിനും കമ്പനിയുടെ സിഗ്നേച്ചർ കാണിക്കുന്ന ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. ആ കോമൺ സീൽ ഉപയോഗിച്ച് കൊണ്ടായിരിക്കും കമ്പനിയുടെ സിഗ്നേച്ചർ അല്ലെങ്കിൽ സിഗ്നേച്ചർ ആയിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നത്. ആ ഒരു കോമൺ സിഗ്നേച്ചറിനെയാണ് അല്ലെങ്കിൽ കമ്പനി ഉപയോഗിക്കുന്ന ആ സിഗ്നേച്ചറിനെയാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കമ്പനി മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്റ്റഡ് മെമ്പേഴ്സാണ്. അതായത് ഒരു കമ്പനിയുടെ മെമ്പേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു കൂട്ടത്തെ കുറച്ച് ഗ്രൂപ്പിനെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുക. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യപ്പെടുന്നത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർ ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യും. അതായത് അവരുടെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെടാം. എനിക്ക് ഒരു കമ്പനിയിൽ ഷെയർ ഉണ്ടെങ്കിൽ എൻ്റെ ഷെയർ മറ്റൊരാൾക്ക് വിൽക്കാനോ അല്ലെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യാനോ ഒക്കെയുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. നെക്സ്റ്റ് പറയുന്നത് പ്രൈവറ്റ് കമ്പനി മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 lakh ആൻഡ് പബ്ലിക് കമ്പനി 5 lakh. ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആയിക്കൊണ്ട് 1 ലക്ഷം രൂപയും പബ്ലിക് കമ്പനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആയിക്കൊണ്ട് 5 lakh റുപ്പീസുമാണ് നമുക്ക് വേണ്ടത്. അതായത് 5 ലക്ഷം രൂപയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പനിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ വളണ്ടറി അസോസിയേഷൻ ആണ്. കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതേപോലെ പെർപെക്ച്വൽ സക്സഷൻ. നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു. നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ലയബിലിറ്റി ലിമിറ്റഡ് അപ് ടു വാല്യൂ ഓഫ് ഷെയർ. അതായത് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡറുടെ അയാളുടെ ലയബിലിറ്റി, അയാളുടെ ഷെയറിന് എത്ര വാല്യൂ ഉണ്ടോ അതുവരെ ആ ഒരു എമൗണ്ടിൻ്റെ അത്ര ലാബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അതുവരെ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ട്. നെക്സ്റ്റ് കോമൺ സീൽ. കോമൺ സീൽ നമ്മൾ പറഞ്ഞു കമ്പനിയുടെ സിഗ്നേച്ചറിനെയാണ് നമ്മൾ കോമൺ സീൽ എന്ന് പറയുക. നെക്സ്റ്റ് മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കമ്പനി മാനേജ് ചെയ്യുന്നത് അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. നെക്സ്റ്റ് ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. കമ്പനിയുടെ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫർ, അതായത് അതിൻ്റെ ഓണേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർസ് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റും. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പ്രൈവറ്റ് കമ്പനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആയിക്കൊണ്ട് 1 ലക്ഷം രൂപയും ആൻഡ് പബ്ലിക് കമ്പനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആയിക്കൊണ്ട് 5 ലക്ഷം രൂപയുമാണ് വേണ്ടത്. എന്താണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്നുള്ളത് വരും സ്ലൈഡുകളിൽ വരുന്നുണ്ട്, അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിക്കൊണ്ട് പറയാം. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്ന് നോക്കാം. കമ്പനിയുടെ ക്യാപിറ്റലിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. ഒരു കമ്പനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ നിർബന്ധമായിക്കൊണ്ടും വേണ്ടി വരും, ഫണ്ട് വേണ്ടി വരും. ആ ഫണ്ടിൻ്റെ ഒരു പോർഷനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുക. അതായത് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ മെമ്പേഴ്സ് അതിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ടിനെ ആണ് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റലിനെയാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഈ ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ സ്മോൾ ആൻഡ് ഈക്വൽ യൂണിറ്റ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്ത ഒരു യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഷെയർ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിക്ക് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, ആ ക്യാപിറ്റലിനെ സ്മോൾ ആൻഡ് ഈക്വൽ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്പനി തുടങ്ങുന്നത് 10,000 രൂപ വെച്ചിട്ടാണ് ഒരു കമ്പനി തുടങ്ങുന്നതെങ്കിൽ ആ കമ്പനി 10,000 രൂപയുടെ ഒരു ഷെയർ ആയിരിക്കില്ല, അതിനെ സ്മോൾ ആൻഡ് ഈക്വൽ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി 10,000 രൂപക്കാണ് തുടങ്ങുന്നത്, ഒരു ഷെയർ 10 രൂപയുടേത് എന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ സ്മോൾ ആൻഡ് ഈക്വൽ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1000 ഷെയർസ് ഉണ്ടായിരിക്കും. 1000 ഷെയർസ് അറ്റ് ₹10. 10 രൂപയുടെ 1000 ഷെയർസ് ആയിക്കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 10 രൂപയുടെ അതിലെ ഒരു യൂണിറ്റാണ് 10 രൂപയുടെ ഒരു ഷെയർ എന്ന് പറയുന്നത്. ആ ഷെയറിന് ആ ഒരു യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. ആക്ച്വലി ഷെയർ ഈസ് ദ ഷെയർ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയാറ്. ഷെയറിനെ നമ്മൾ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാറുള്ളത് ഷെയർ ഈസ് ദ ഷെയർ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലെ ഒരു ഷെയറിനെയാണ് നമ്മൾ ഷെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഹു ഹോൾഡ് എ ഷെയർ ഹി ഈസ് കോൾഡ് ഷെയർ ഹോൾഡർ. അതായത് കമ്പനിയിലെ ഒരു ഷെയർ ഒരു ഷെയറോ അല്ലെങ്കിൽ അതിലധികം ഷെയർസോ ആരെങ്കിലും ഹോൾഡ് ചെയ്താൽ
അയാളെ നമ്മൾ ഷെയർ ഹോൾഡർ എന്നാണ് വിളിക്കുന്നത്. ഒരു ഷെയർ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നോ അതിലധികമാവാം, ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. ഈ ഷെയർ ഹോൾഡർ കമ്പനിയുടെ ഓണേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് ഷെയർ ക്യാപിറ്റൽ. ഈ ഷെയർ ക്യാപിറ്റലിനെ സ്മോൾ ആൻഡ് ഈക്വൽ യൂണിറ്റ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈഡ് ചെയ്തതിൽ ഒരു യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഷെയർ എന്ന് പറയുന്നത്. ഈ ഷെയർ ആരെങ്കിലും ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഷെയർ ഹോൾഡ് ചെയ്യുന്ന പേഴ്സണെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. ഈ ഷെയർ ഹോൾഡർ ആ കമ്പനിയുടെ ഓണർ ആയിരിക്കും. നെക്സ്റ്റ്, ഫേസസ് ഓർ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ നമ്മൾ വ്യത്യസ്ത കാറ്റഗറീസ് ആയിട്ട് അല്ലെങ്കിൽ ഫേസസ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാറുടെ മുമ്പിൽ കാണിക്കുന്ന എമൗണ്ടിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. ഈ ഒരു എമൗണ്ട് ആയിരിക്കും കമ്പനിയുടെ മാക്സിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ഒരു എമൗണ്ടിന് മുകളിലേക്ക് ഒരിക്കലും കമ്പനിക്ക് ക്യാപിറ്റൽ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ രജിസ്ട്രാറുടെ മുമ്പിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. ഇത്ര ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പനി തുടങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നൊക്കെ ഈ ഒരു ക്യാപിറ്റലിനെ അറിയപ്പെടാറുണ്ട്. രണ്ടാമത്തത് ഇഷ്യൂഡ് ക്യാപിറ്റലാണ്. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന ക്യാപിറ്റൽ മുഴുവനായിക്കൊണ്ട് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാറില്ല. കാരണം നമുക്കറിയാം, ഈ ഷെയറൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഷെയറിൻ്റെ എമൗണ്ട് കണ്ടെത്തുന്ന, ഷെയർ ക്യാപിറ്റൽ കണ്ടെത്തുന്നത് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്നാണ്. ഈ പബ്ലിക്കിലേക്ക് നമ്മൾ ഒരിക്കലും ഈ മുഴുവൻ ഷെയറും അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഷെയറും നമ്മൾ ഇഷ്യൂ ചെയ്യൂല. അങ്ങനെ നമ്മൾ ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുള്ളൂ. ആ ഇഷ്യൂ ചെയ്ത ആ ഒരു പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എമൗണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആ ഒരു രജിസ്റ്റർ ചെയ്തിട്ടുള്ള എമൗണ്ടിനെയാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. ഇത് കമ്പനിയുടെ മെമ്മോറാൻഡത്തിൽ ഈ ഒരു എമൗണ്ട് കാണിക്കും. കമ്പനിയുടെ മെമ്മോറാൻഡത്തിൽ എത്രയാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് കാണിക്കും. രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഇഷ്യൂഡ് ക്യാപിറ്റലാണ്. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുള്ളൂ. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുക. അങ്ങനെ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇഷ്യൂ ചെയ്തു. അങ്ങനെ ബാക്കിയൊരു ചെറിയൊരു പോർഷൻ അവിടെ ബാക്കി ഉണ്ടായിരിക്കും. ആ ബാക്കിയുള്ള ഭാഗത്തെ നമ്മൾ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നാണ് പറയുക. ഒരു ഉദാഹരണം പറയുകയാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആയിക്കൊണ്ട് നമ്മൾ 10 ലക്ഷം കാണിച്ചു. ഈ 10 ലക്ഷത്തിൽ 7 ലക്ഷം മാത്രമേ നമ്മൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആ ഒരു 7 ലക്ഷം നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഒരു 7 ലക്ഷത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അവിടെ ബാക്കി നമ്മൾ ഇഷ്യൂ ചെയ്യാതെ വെച്ചിട്ടുള്ള 3 ലക്ഷത്തെ നമ്മൾ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നാണ് പറയുക. നെക്സ്റ്റ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലാണ്. തേർഡ് വൺ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. നമ്മൾ പബ്ലിക്കിലേക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പബ്ലിക്കിലേക്ക് 7 ലക്ഷം നമ്മൾ പബ്ലിക്കിലേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു. പക്ഷേ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് ചിലപ്പോൾ ഈ എമൗണ്ട് മുഴുവനായിക്കൊണ്ട് ഏറ്റെടുത്തോണം എന്നില്ല. കാരണം പബ്ലിക് ഈ ഒരു കമ്പനിയെക്കുറിച്ച് ചിലപ്പോൾ പുതിയൊരു കമ്പനി പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എല്ലാ എമൗണ്ടും അല്ലെങ്കിൽ പബ്ലിക് ആക്സെപ്റ്റ് ചെയ്തോണം എന്നില്ല. പബ്ലിക് ഇതിൻ്റെ ഒരു പോർഷൻ മാത്രമേ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ചിലപ്പോൾ കംപ്ലീറ്റ് എമൗണ്ടും ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ കമ്പനി ഇഷ്യൂ ചെയ്ത ക്യാപിറ്റൽ എത്ര ഭാഗമാണോ പബ്ലിക് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ആക്സെപ്റ്റ് ചെയ്ത പോർഷനെയാണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. ഒരു കമ്പനി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 7 ലക്ഷം പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പബ്ലിക് 6 ലക്ഷം രൂപ മാത്രമേ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ 6 ലക്ഷത്തിന് രൂപയുടെ അതേ എമൗണ്ടിൽ ഉള്ള ഒരു ഷെയർസ് മാത്രമേ പബ്ലിക് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ആ ഒരു 6 ലക്ഷത്തെ വിളിക്കുന്ന പേരാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഇനി അപ്പോൾ നമുക്കറിയാം അവിടെ ഒരു ബാക്കി ഒരു 1 ലക്ഷമുണ്ട്. 7 ലക്ഷത്തിൽ 6 ലക്ഷം പബ്ലിക് ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ചെയ്യപ്പെടാതെ 1 ലക്ഷം കിടക്കുന്നുണ്ട്. ആ ഒരു ആക്സെപ്റ്റ് ചെയ്യപ്പെടാതെ കിടക്കുന്ന 1 ലക്ഷത്തെ വിളിക്കുന്ന പേരാണ് അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്പനി ഇഷ്യൂ ചെയ്ത മുഴുവൻ എമൗണ്ട് പബ്ലിക് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ 0 ആയിരിക്കും. അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ അവിടെ ഇല്ല എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 7 ലക്ഷം നമ്മൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തു. പബ്ലിക് ആ 7 ലക്ഷവും ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ നമുക്ക് അവിടെ
അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ 0 ആയിരിക്കും. ഇനി അതിൽ ആ 7 ലക്ഷത്തിൽ 6 ലക്ഷം മാത്രമേ അല്ലെങ്കിൽ 5 ലക്ഷം മാത്രമേ പബ്ലിക് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ആ എത്രയാണോ ആക്സെപ്റ്റ് ചെയ്തത് അതിൻ്റെ ബാക്കി വരുന്ന ആ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൾഡ് അപ്പ് ക്യാപിറ്റലാണ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനെയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുക. നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആയിക്കൊണ്ട് 10 ലക്ഷം, 10 ലക്ഷത്തിൽ കമ്പനി പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത് 7 ലക്ഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഒരു 7 ലക്ഷത്തെ നമ്മൾ പറയുന്ന പേരാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ആ ഇഷ്യൂഡ് ക്യാപിറ്റൽ പബ്ലിക് ആക്സെപ്റ്റ് ചെയ്തത് ഒരു 6 ലക്ഷം രൂപ മാത്രമേ പബ്ലിക് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ മുഴുവനായിക്കൊണ്ട് കമ്പനി ഒരിക്കലും മുഴുവൻ എമൗണ്ട് ഒരുമിച്ചായിരിക്കില്ല കമ്പനി വിളിക്കുക. കമ്പനി ഘട്ടം ഘട്ടമായിട്ട് ഇൻസ്റ്റാൾമെൻറ്റുകളായിക്കൊണ്ടായിരിക്കും കമ്പനി അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓരോ ഷെയറിൻ്റെയും എമൗണ്ട് വിളിക്കുക. അപ്പോൾ കമ്പനി ഈ 6 ലക്ഷത്തിൻ്റെ ഒരു പോർഷൻ മാത്രമേ കമ്പനി ആദ്യ ഗഡു ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിക്കൊണ്ട് വിളിക്കുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിക്കൊണ്ട് വിളിച്ച അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റുകളായിക്കൊണ്ട് വിളിച്ചിട്ടുള്ള ആ ഒരു എമൗണ്ടിനെ പറയുന്ന പേരാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ 6 ലക്ഷത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 6 ലക്ഷത്തിൽ കമ്പനി ഒരു 3 ലക്ഷം മാത്രമേ കമ്പനി വിളിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഷെയറിന് 100 രൂപയുടെ 6 ലക്ഷം രൂപയാണ് നമുക്കിപ്പോൾ അവിടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഈ 6 ലക്ഷം രൂപയെ നമ്മൾ 100 രൂപയുടെ ഷെയറുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു 100 രൂപയിൽ 50 രൂപ മാത്രമേ ഒരു ഷെയറിൻ്റെ മുകളിൽ കമ്പനി വിളിച്ചിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പോൾ നമുക്ക് അവിടെ 3 ലക്ഷം രൂപയാണ് കമ്പനി വിളിച്ചിട്ടുള്ളത്. ബാക്കി വിളിക്കാതെ വെച്ചിട്ടുള്ളത് 3 ലക്ഷം രൂപയാണ്. അപ്പോൾ കമ്പനി വിളിച്ചത് 6 ലക്ഷത്തിൽ 3 ലക്ഷം വിളിച്ചു കഴിഞ്ഞു, ബാക്കി 3 ലക്ഷം വിളിക്കാതെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കമ്പനി വിളിച്ചിട്ടുള്ള ആ ഒരു എമൗണ്ടിന് വിളിക്കുന്ന പേരാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്നും, അതേപോലെ തന്നെ കമ്പനി വിളിക്കാതെ അവിടെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ക്യാപിറ്റലിനെ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത് അൺകോൾഡ് ക്യാപിറ്റൽ എന്നാണ് ആ ഒരു എമൗണ്ടിന് നമ്മൾ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനി വിളിച്ചിട്ടുള്ള മുഴുവൻ എമൗണ്ട് നമുക്ക് ചിലപ്പോൾ കിട്ടിക്കോണം എന്നില്ല. ചിലപ്പോൾ മുഴുവൻ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 3 ലക്ഷമാണ് കമ്പനിയിലേക്ക് വിളിച്ചിട്ടുള്ളത്. ആ 3 ലക്ഷവും കമ്പനിയിലേക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആ എത്രയാണോ കിട്ടിയിട്ടുള്ള ആ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇനി ചില സമയത്ത് അവിടെ ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് അതിൽ ഡീഫോൾട്ട് വരുത്താം. അതായത് കമ്പനി വിളിച്ചിട്ടുള്ള ഷെയർ അവരുടെ എമൗണ്ട് അവരടക്കാതിരിക്കുകയും അങ്ങനെ ആ ഒരു സമയത്ത് കമ്പനി കോൾഡ് അപ്പ് ചെയ്ത മുഴുവൻ എമൗണ്ട് കിട്ടാതിരിക്കുകയും ചെയ്യും. അങ്ങനെ കമ്പനി കോൾഡ് അപ്പ് ചെയ്തത് കമ്പനിക്ക് എത്രയാണോ എമൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ക്യാഷ് ആയിക്കൊണ്ട് കമ്പനിയിലേക്ക് കിട്ടിയിട്ടുള്ളത് ആ കിട്ടിയ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇനി ഏതെങ്കിലും ഒരു എമൗണ്ട് കിട്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺപെയ്ഡ് ക്യാപിറ്റൽ. ഇതിന് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്, കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് കൂടി അറിയപ്പെടാറുണ്ട്. കോൾസ് ഇൻ അരിയേഴ്സ് അല്ലെങ്കിൽ അൺപെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനി കോൾഡ് അപ്പ് ചെയ്ത ക്യാപിറ്റലിൽ ഏതെങ്കിലും ഒരു പോർഷൻ കിട്ടാതിരിക്കുകയാണെങ്കിൽ ആ കിട്ടാത്ത പോർഷനെ വിളിക്കുന്ന പേരാണ് അൺപെയ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. ഇതിൽ ലാസ്റ്റ് വൺ റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ലാസ്റ്റ് നമ്മൾ പറയുന്ന റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അതിൻ്റെ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഒരു ഭാഗം കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത് വരെ വിളിക്കാതെ പോകും. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പനി എപ്പോഴാണോ പിരിച്ചുവിടുന്നത് ആ ഒരു സമയത്താണ് വൈൻഡ് അപ്പ് എന്ന് പറയുക. ആ ഒരു സമയം വരെ വിളിക്കാതെ അവിടെ മാറ്റിവെക്കും. ഇത് മാറ്റിവെക്കുന്നത് വൈൻഡ് അപ്പിൻ്റെ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ വൈൻഡ് അപ്പിൻ്റെ സമയത്ത് വരുന്ന എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ വൈൻഡ് അപ്പ് വരെ വിളിക്കാതെ മാറ്റിവെക്കും. ഈ ഒരു പോർഷനെയാണ് നമ്മൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിസർവ് ക്യാപിറ്റൽ ഒന്നുകൂടി പറയാം, കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം കമ്പനി ഒരിക്കലും നമ്മുടെ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യില്ല. ആ ഇഷ്യൂ ചെയ്യാതെ അല്ലെങ്കിൽ കമ്പനി വിളിക്കാതെ അവിടെ മാറ്റിവെക്കും. ആ മാറ്റിവെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കമ്പനിയുടെ വൈൻഡ് അപ്പ് സമയത്ത് അല്ലെങ്കിൽ കമ്പനി പിരിച്ചുവിടുന്ന സമയത്ത് ഉള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോർഷനെ മാറ്റിവെക്കുന്നത്. ഇങ്ങനെ മാറ്റിവെക്കുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ
റിസർവ് ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ, കമ്പനിയുടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ, കമ്പനി എത്രയാണോ ഇഷ്യൂ ചെയ്തത് ആ ഇഷ്യൂ ചെയ്തതിൻ്റെ ഒരു പോർഷൻ ആയിരിക്കും മാറ്റി വെക്കുക. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ചിലപ്പോൾ മുഴുവനായിട്ട് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് വരാം, പക്ഷേ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ ആയിരിക്കും മാറ്റി വെക്കുക. ഇനി കമ്പനി ഓതറൈസ്ഡ് ക്യാപിറ്റൽ മുഴുവനായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ ആയിരിക്കും. ഇനി നമുക്ക് ഒന്നുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കമ്പനി എത്രയാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ ഇഷ്യൂഡിൻ്റെ ഒരു ഭാഗം കമ്പനിയുടെ വൈൻഡപ്പ് സമയം വരെ, അതായത് അതിൻ്റെ അവസാന സമയം വരെ വിളിക്കാതെ അല്ലെങ്കിൽ കോൾഡ് അപ്പ് ചെയ്യാതെ ചെറിയൊരു ഭാഗം അൺകോൾഡ് ക്യാപിറ്റൽ ആയിക്കൊണ്ട് മാറ്റിവെക്കും. ഈ അൺകോൾഡ് ക്യാപിറ്റലായിട്ട് മാറ്റിവെക്കുന്നത് കമ്പനിയുടെ വൈൻഡപ്പ് സമയത്ത് വരുന്ന എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഈ അൺകോൾഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കമ്പനിയുടെ വൈൻഡപ്പ് സമയം വരെ മാറ്റിവെക്കുന്ന അൺകോൾഡ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഷെയർസിൻ്റെ ടൈപ്സാണ് നമ്മളിവിടെ നോക്കുന്നത്. ടൈപ്സ് ഓഫ് ഷെയർ പ്രധാനമായിക്കൊണ്ട് ഷെയറിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്രിഫറൻസ് ഷെയർസ്, രണ്ടാമത്തത് ഇക്വിറ്റി ഷെയർസ്. നമ്മൾ ഷെയറിനെ രണ്ട് ടൈപ്പുകളായിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രിഫറൻസ് ഷെയർ, രണ്ടാമത്തത് ഇക്വിറ്റി ഷെയർ. ഫസ്റ്റ് വൺ പ്രിഫറൻസ് ഷെയർ. എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് നോക്കാം. ഒരു ഷെയറിന് എന്തെങ്കിലും പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഷെയർസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അതായത് രണ്ട് തരത്തിലുള്ള ഷെയർസ് ഉണ്ട്, ഇക്വിറ്റി ഷെയറും അതേപോലെ പ്രിഫറൻസ് ഷെയറും. ഇക്വിറ്റി ഷെയറിനേക്കാൾ കൂടുതലായിക്കൊണ്ട് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇക്വിറ്റി ഷെയർസിന്, അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിൽ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് കൂടി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഷെയർസിനെ വിളിക്കുന്ന പേരാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർസ് തന്നെയാണ്, പക്ഷേ അവർക്കൊരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കും. അവരുടെ പ്രിഫറൻഷ്യൽ റൈറ്റ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫിക്സ്ഡ് റൈറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടാനുള്ള അർഹതയുണ്ട്. അതായത് ഫിക്സ്ഡ് റൈറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനി പ്രോഫിറ്റിലാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ അവർക്കൊരു ഫിക്സ്ഡ് റൈറ്റ് ആയിരിക്കും. ഇപ്പോൾ അവരുടെ ഷെയർ ഒരു 100 രൂപയുടെ ഷെയർ ആണെങ്കിൽ ആ 100 രൂപയുടെ 10% അവർക്ക് ഡിവിഡൻഡ് ആയിക്കൊണ്ട് കിട്ടാനുള്ള അർഹതയുണ്ട്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ പ്രോഫിറ്റ് വീതിച്ച് കൊടുക്കും. അങ്ങനെ ഓരോ ഷെയറിനും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ വിഹിതത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഈ ഡിവിഡൻഡ് ഓൾറെഡി ഫിക്സ് ചെയ്യപ്പെടുമെങ്കിൽ ഒരു 10% അല്ലെങ്കിൽ ഒരു 15% എന്ന് പറഞ്ഞുകൊണ്ട് ഫിക്സ് ചെയ്തുകൊണ്ടായിരിക്കും പ്രിഫറൻസ് ഷെയർസിന് കിട്ടുക. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറയുന്നത് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർസിന് അവരുടെ ഷെയർ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ പ്രിഫറൻസ് ഷെയർസിന് അവരുടെ എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചു കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കും. പ്രിഫറൻഷ്യൽ റൈറ്റ് രണ്ടെണ്ണമാണുള്ളത്. ഫസ്റ്റ് പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഡിവിഡൻഡ് കിട്ടാനുള്ള അർഹതയുണ്ട്. ഈ ഒരു ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർസിന് കൊടുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യും. രണ്ടാമത്തെ പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ക്യാപിറ്റൽ കൊടുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഫണ്ട് കൊടുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ പ്രിഫറൻസ് ഷെയർസിന് അവരുടെ ഫണ്ട് അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് നടത്തും, അല്ലെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് നടത്തും. ഇനി ഈ പ്രിഫറൻസ് ഷെയർസിന് നമ്മൾ വ്യത്യസ്ത ടൈപ്പ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആണ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രിഫറൻസ് ഷെയർസിന് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഡിവിഡൻഡ് കിട്ടാനുള്ള അർഹത ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഏതെങ്കിലും വർഷത്തിൽ പ്രോഫിറ്റ് ഇല്ലാത്ത ഒരവസ്ഥ വരികയാണ്. പ്രോഫിറ്റ് ഇല്ലാഞ്ഞാൽ നമ്മൾ പ്രിഫറൻസ് ഷെയർസിനും ഇക്വിറ്റി ഷെയർസിനും ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിഫറൻസ് ഷെയർസിന് ഇത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ് കൊടുക്കും എന്ന് കമ്പനി പറഞ്ഞു. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രത്യേകത കമ്പനിക്ക് ഏതെങ്കിലും ഒരു വർഷത്തിൽ പ്രോഫിറ്റ് ഇല്ലാതിരിക്കുകയും വരും വർഷങ്ങൾ പ്രോഫിറ്റ് വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ അരിയർ, അതായത് പ്രോഫിറ്റ് ഇല്ലാത്ത സമയത്തെ ഡിവിഡൻഡ് വരും വർഷം പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് കിട്ടാനുള്ള അർഹതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒരു ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസിന് ഈ കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ലാത്ത വർഷങ്ങളിലെ ഡിവിഡൻഡ് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് കിട്ടാനുള്ള അർഹതയുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു കമ്പനിയിൽ ഒരു
പ്രിഫറൻസ് ഷെയർ ഉണ്ട്, 100 രൂപയുടെ പ്രിഫറൻസ് ഷെയറാണ്. ആ 100 രൂപയുടെ പ്രിഫറൻസ് ഷെയറിന് അവർ 10% ഡിവിഡൻ്റ് ആയിക്കൊണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് അവർ ഏറ്റിട്ടുണ്ടായിരുന്നു. കമ്പനിക്ക് ഈ വർഷം പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ ഈ വർഷം പ്രോഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടാവില്ല. അടുത്ത വർഷം കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. അടുത്ത വർഷം കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ എനിക്ക് ഈ വർഷത്തെയും അതേപോലെ തന്നെ അടുത്ത വർഷത്തെയും ഡിവിഡൻഡ് കിട്ടാനുള്ള അർഹതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. അതായത് ക്യൂമുലേറ്റ് ചെയ്തുകൊണ്ട് ഈ വർഷത്തെ 10 രൂപയും അടുത്ത വർഷത്തെ 10 രൂപയും കൂട്ടി 20 രൂപയായിരിക്കും എനിക്ക് അടുത്ത വർഷം ഡിവിഡൻഡ് ആയിക്കൊണ്ട് കിട്ടുക. അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോൺ ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറാണ്. നോൺ ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഈ ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് കമ്പനിക്ക് ഏത് വർഷമാണോ പ്രോഫിറ്റ് ഉള്ളത് ആ പ്രോഫിറ്റുള്ള സമയത്ത് മാത്രമേ കമ്പനി അവർക്ക് ഡിവിഡൻ്റായിട്ട് പേയ്മെൻറ്റ് നടത്തുള്ളൂ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം എനിക്ക് ഒരു കമ്പനിയിൽ പ്രിഫറൻസ് ഷെയർ ഉണ്ട്. ഈ വർഷം കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ എനിക്ക് തരാനുള്ള 10 രൂപ ഡിവിഡൻറ്റ് അവർ തന്നിട്ടില്ല. പിന്നെ അടുത്ത വർഷം കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ ഒരു വർഷത്തെ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഡിവിഡൻറ്റ് 10 രൂപ മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് ഈ ഒരു വർഷത്തെ 10 രൂപ ഒരിക്കലും അവർ തരില്ല. അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അതിനെയാണ് നോൺ ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ആണ്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി നമ്മൾ പറഞ്ഞു പ്രിഫറൻസ് ഷെയർസിന് ഓൾറെഡി ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റിന് പുറമെ കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം കൂടി കിട്ടാനുള്ള അർഹതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കിട്ടാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, എനിക്കൊരു കമ്പനിയിൽ പ്രിഫറൻസ് ഷെയർ ഉണ്ട്. 100 രൂപയുടെ പ്രിഫറൻസ് ഷെയറാണ്. 10% അതിന് ഡിവിഡൻ്റ് ആയിക്കൊണ്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 100 രൂപയുടെ 10% എന്ന് പറയുമ്പോൾ 10 രൂപയാണ് എനിക്ക് ഡിവിഡൻ്റ് ആയിക്കൊണ്ട് കിട്ടേണ്ടത്. അപ്പോൾ എനിക്ക് കമ്പനി 10 രൂപ പേയ്മെൻറ്റ് നടത്തി. അതിന് പുറമെ കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പ്രോഫിറ്റിൻ്റെ ഭാഗം കൂടി എനിക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. ഇനി നെക്സ്റ്റ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആണ്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനി എനിക്ക് എത്രയാണോ ഫിക്സ്ഡ് റേറ്റ് ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഡിവിഡൻറ്റ് മാത്രം കിട്ടാൻ അർഹതയുള്ളൂ. അല്ലാതെ കമ്പനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായാലും അതിൻ്റെ എക്സ്ട്രാ ഒന്നും കിട്ടാനുള്ള അർഹതയില്ലെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. നെക്സ്റ്റ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനി നമ്മൾ ഒരു പ്രിഫറൻസ് ഷെയർ നമ്മൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ കമ്പനി പ്രിഫറൻസ് ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയർസിനെയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുക. കമ്പനി ആക്ട് 2013 പ്രകാരം സെക്ഷൻ 55 പറയുന്നുണ്ട് ഒരു പ്രിഫറൻസ് ഷെയറും 20 വർഷത്തിൽ കൂടുതൽ ഒരു കമ്പനിയിൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അതായത് ഞാനൊരു പ്രിഫറൻസ് ഷെയർ ഒരു കമ്പനിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് എന്നെ മാക്സിമം 20 വർഷം മാത്രമേ അവിടെ എൻ്റെ പ്രിഫറൻസ് ഷെയർ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. ആ 20 വർഷത്തിന് ശേഷം എൻ്റെ ക്യാപിറ്റൽ അവർ തിരിച്ചു തരണം. അങ്ങനെ ആ ക്യാപിറ്റൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ആ ഒരു ക്യാപിറ്റലിനെ തിരിച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. മുന്നേ നമുക്ക് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില രാജ്യങ്ങളിലൊക്കെ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി നമ്മൾ പ്രിഫറൻസ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതിൻ്റെ വൈൻഡപ്പ് സമയത്ത് മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. പക്ഷേ ഈ റെഡീമബിൾ പ്രിഫറൻസ് ഷെയറിൽ ഒരു നിശ്ചിത കാലാവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത മെച്യൂരിറ്റി പീരീഡ് എത്തിക്കഴിഞ്ഞാൽ കമ്പനി ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു തരും. അങ്ങനെ തിരിച്ചു തരുന്ന പ്രിഫറൻസ് ഷെയർസിനെയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. ഇന്ത്യയിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് മാത്രമേ ഉള്ളൂ, ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇല്ല. ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം പറയുന്നത് ഒരു പ്രിഫറൻസ് ഷെയറും 20 വർഷത്തിൽ കൂടുതൽ ഒരു കമ്പനിയിൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല. സെക്ഷൻ 55 പ്രകാരം പറയുന്നത് 20 വർഷമാണ് അതിൻ്റെ മാക്സിമം സമയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയറാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുക. പ്രിഫറൻസ് ഷെയർസിനെ ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ഷെയർസിനെയാണ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. നെക്സ്റ്റ് ക്യുമുലേറ്റീവ് കൺവേർട്ടിബിൾ
പ്രിഫറൻസ് ഷെയർസാണ്. CCP ഷെയർസ് എന്ന് പറയാറുണ്ട്, ക്യുമുലേറ്റീവ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറും അതേപോലെ തന്നെ നമ്മൾ ആറാമതായിട്ട് പറഞ്ഞിട്ടുള്ള കൺവേർട്ടിബിൾ പ്രിഫറൻസ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറിൻ്റെയും അതേപോലെ തന്നെ കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയറിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ CCP ഷെയർസ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഈ ഷെയർസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രിഫറൻസ് ഷെയർസ് 3 മുതൽ 5 വർഷത്തിനുള്ളിൽ ഈ പ്രിഫറൻസ് ഷെയർസിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇക്വിറ്റി ഷെയർസാക്കി മാറ്റും. ഇങ്ങനെ ഇക്വിറ്റി ഷെയർസാക്കി മാറ്റുന്ന സമയത്ത് ഇത് പ്രിഫറൻസ് ഷെയർസ് ആയിരുന്ന സമയത്ത് ഏതെങ്കിലും അരിയേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഈ ഒരു ഷെയർ പ്രിഫറൻസ് ഷെയർ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടാനുള്ള അർഹത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 10%, ഡിവിഡൻഡ് റേറ്റ് എന്ന് പറയുന്നത് 10%. പ്രിഫറൻസ് ഷെയർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പ്രിഫറൻസ് ഷെയറിന് ഒരു നിശ്ചിത പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഡിവിഡൻഡ് കിട്ടാനുള്ള അർഹതയുണ്ട്. അത് ഈ ഒരു ഷെയർ 3 മുതൽ 5 വർഷത്തിൻ്റെ ഇടയിൽ മാത്രമേ പ്രിഫറൻസ് ഷെയറിൽ നിന്ന് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് 10% ഡിവിഡൻഡ് കിട്ടാനുള്ള അർഹതയുണ്ട്. ഇനി ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റിയതിന് ശേഷം ഇവർക്ക് പ്രിഫറൻസ് ഷെയർ ആയിരുന്ന സമയത്ത് ഏതെങ്കിലും ഡിവിഡൻഡ് കിട്ടാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ അരിയേഴ്സ് ഉണ്ടെങ്കിൽ ആ അരിയേഴ്സ് കൂടി ഇക്വിറ്റി ഷെയർ ആയതിനു ശേഷം അവർക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് ക്യുമുലേറ്റീവ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ അല്ലെങ്കിൽ CCP ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇക്വിറ്റി ഷെയർസാണ്. ഇക്വിറ്റി ഷെയർസിനെ നമ്മൾ സിമ്പിളായിട്ട് പറയാറുള്ളത് പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത എല്ലാ ഷെയർസിനും നമ്മൾ ഇക്വിറ്റി ഷെയർസ് എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം, പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത എല്ലാ ഷെയർസിനും നമ്മൾ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ആർ ദോസ് വിച്ച് നോട്ട് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത എല്ലാ ഷെയർസും ഇക്വിറ്റി ഷെയർസാണ്. ഇക്വിറ്റി ഷെയർസ് ഇറ്റ് ഡു നോട്ട് ക്യാരി എനി പ്രിഫറൻഷ്യൽ റൈറ്റ്. ഇക്വിറ്റി ഷെയർസിന് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റും ഉണ്ടായിരിക്കില്ല. നമ്മൾ പറഞ്ഞു പ്രിഫറൻസ് ഷെയർസിന് നമ്മൾ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇക്വിറ്റി ഷെയർസിന് ഒരിക്കലും ഒരു പ്രിഫറൻഷ്യൽ റൈറ്റും ഇല്ല. ഈ ഇക്വിറ്റി ഷെയർസിന് ഫോർമർലി മുന്നേ അറിയപ്പെട്ടിരുന്ന ഓർഡിനറി ഷെയർസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇക്വിറ്റി ഷെയർസിന് മുന്നേ അറിയപ്പെട്ടിരുന്നത് ഓർഡിനറി ഷെയർസ് എന്നാണ്. അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർസിൻ്റെ ഡിവിഡൻഡ്, അതായത് ഇക്വിറ്റി ഷെയർസ് മീൻസ് കമ്പനിയുടെ ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റലിന് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം കിട്ടാനുള്ള അർഹതയുണ്ട്. ആ പ്രോഫിറ്റിൻ്റെ ഭാഗത്തെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുക. ഈ ഡിവിഡൻഡ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. നമ്മൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കിട്ടാനുള്ള ഡിവിഡൻഡ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഒരിക്കലും ഇക്വിറ്റി ഷെയർസിൻ്റെ ഡിവിഡൻഡ് ഫിക്സ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഈ ഇക്വിറ്റി ഷെയർസിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാപിറ്റൽ അത് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനം മാത്രമേ കിട്ടുള്ളൂ. അതായത് കമ്പനി വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ കമ്പനി നിർത്തി പോകുന്ന സമയത്ത് കമ്പനിയുടെ എല്ലാ അസറ്റുകളും അസറ്റുകൾ റിയലൈസ് ചെയ്ത് അല്ലെങ്കിൽ അസറ്റുകൾ വിറ്റു എല്ലാ ലാബിലിറ്റീസും കൊടുത്ത് വീട്ടിയതിന് ശേഷം എന്തെങ്കിലും എമൗണ്ട് ബാക്കിയുണ്ടെങ്കിൽ ആ എമൗണ്ട് ആയിരിക്കും ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുക. അതായത് ഇക്വിറ്റി ഷെയർസിന് ഏറ്റവും അവസാനം മാത്രമേ അവരുടെ ക്യാപിറ്റൽ തിരിച്ച് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർസിന് നമ്മൾ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി എന്നാണ് പറയുക. അതായത് ഇക്വിറ്റി ഷെയർസാണ് പിന്നെ ഒരു കമ്പനിയുടെ യഥാർത്ഥ ഓണേഴ്സ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് യഥാർത്ഥ ഓണേഴ്സ് അല്ല, ഇക്വിറ്റി ഷെയർസാണ് കമ്പനിയുടെ യഥാർത്ഥ ഓണേഴ്സ് എന്നറിയപ്പെടുന്നത്. അതായത് ഇക്വിറ്റി ഷെയർസിന് ദേ ഹാവ് വോട്ടിംഗ് റൈറ്റ്. അതായത് കമ്പനിയുടെ എന്ത് കാര്യങ്ങൾ തീരുമാനം എടുക്കണമെങ്കിലും വോട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുക. ആ തീരുമാനങ്ങൾ എടുക്കാൻ വോട്ട് ചെയ്യാനുള്ള പവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഉള്ളൂ. പ്രിഫറൻസ് ഷെയർസിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. പ്രിഫറൻസ് ഷെയർസിന് ചില സമയങ്ങളിൽ വോട്ടിംഗ് റൈറ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ നോർമലി വോട്ടിംഗ് റൈറ്റ് ഉള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ്. ഇക്വിറ്റി ഷെയർസ് ഒന്നും കൂടി പറയാം. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത എല്ലാ ഷെയർസിനും ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം. ഇക്വിറ്റി ഷെയർ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റും ക്യാരി ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയറിന് മുന്നേ അറിയപ്പെടുന്നത് ഓർഡിനറി ഷെയർസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇക്വിറ്റി ഷെയർസിൻ്റെ ഡിവിഡൻഡ് ഫിക്സ്ഡ് റൈറ്റ് അല്ല, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർസിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടുള്ള എമൗണ്ട് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം മാത്രമേ അവർക്ക് പേയ്മെൻറ്റ് നടത്തുള്ളൂ.
അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർസിന് റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ റിയൽ ഓണേഴ്സാണ്. അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇഷ്യൂ ഓഫ് ഷെയർസാണ്. നമ്മൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറയുന്നത്. ഇനി ഇഷ്യൂ ഓഫ് ഷെയർ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത പാർട്ടിലായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് കമ്പനി, അതേപോലെ തന്നെ കമ്പനിയുടെ ഡെഫിനിഷന് പറഞ്ഞു. കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു വളണ്ടറി അസോസിയേഷനാണ്, ഒരു കോമൺ പർപ്പസിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വളണ്ടറി അസോസിയേഷനാണ് കമ്പനി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റലുമാണ് ഈ ഒരു സെഷനിൽ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അടുത്ത പാർട്ട്, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.